ഇന്ന് ഈവനിങ്ങിൽ ശ്രീനേട്ടൻ എന്നെ വിളിച്ചു. ശ്രീനേട്ടൻ ആരാ ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു എൻസൈക്ലോപീഡിയാണ്. എനിക്ക് സംശയം വരുമ്പോഴൊക്കെ ഞാൻ ശ്രീനേട്ടനെ വിളിക്കാം, എന്ത് വന്നാലും കേട്ടോ. അപ്പൊ ശ്രീനേട്ടൻ ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് മോളു ഇതെങ്ങനെയാണ് അങ്ങനെ പറയും. ഇന്ന് എനിക്ക് ചീത്ത കേട്ടു. എന്തിനാണെന്നറിയോ? ശ്രീനേട്ടൻ പതിവ് പോലെ എന്നെ വിളിച്ചിട്ട് എന്താ കഴിച്ച് ചോദിച്ചു. ഞാനപ്പോ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനിന്ന് പയറുപ്പേരി, ചോറ്, പിന്നെന്താ അതൊക്കെ തിന്നു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ശ്രീനേട്ടൻ പറഞ്ഞു, ഈ കുട്ടിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തിനാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? തിന്നാന്ന് നമ്മൾ പറയാൻ പാടില്ല. ഭക്ഷണം കഴിക്കാനാണ് പറയേണ്ടത്. അതിനാണ് എനിക്ക് ചീത്ത കേട്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ഭക്ഷണം നമ്മൾ ഒരിക്കലും ഞാനത് തിന്നു എന്ന് പറയാൻ പാടില്ല. എനിക്ക് പക്ഷെ എപ്പോഴും അത് വായല അങ്ങനെ തന്നെ വരും എന്ന് എനിക്ക് ചീത്തയും കേൾക്കും. ഞാനപ്പോ ഇപ്പൊ പഴമ്പഴ എപ്പോഴും ഞാൻ കറക്റ്റ് ചെയ്യും. ഓക്കെ നോ, തിന്നു എന്നല്ല, കഴിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം നമ്മൾ കഴിക്കണതിനെ കഴിക്കുക എന്നാണ് പറയുന്നത്. തിന്നാന്ന് എപ്പോഴും പറയാന്നറിയോ? നമ്മള് എന്തെങ്കിലും കൊന്നിട്ട് കഴിക്കില്ലേ, അതിനെയാണ് തിന്നാന്ന് പറയാം. അതായത് ഈ കടുവ അങ്ങനെ മൃഗങ്ങളെയൊക്കെ പിടിച്ച് ആക്രമിച്ച് ഭക്ഷിക്കണതിനെയാണ് തിന്നു എന്ന് പറയാം. നമ്മൾ വളരെ മര്യാദപൂർവ്വം ഭക്ഷണം കഴിച്ചു എന്ന് ഇത്തിരി ഭവ്യതയോട് കൂടിയിട്ട് നന്നായിട്ട് പറയണം. അപ്പൊ നാളെ നിങ്ങൾ ആരെന്ത് ചോദിച്ചാലും ഞാൻ ഇന്ന സംഭവം അല്ലെങ്കിൽ ഇന്ന സാധനം കഴിച്ചു എന്ന് മാത്രം പറയണം കേട്ടോ. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാണ്. ഓക്കെ, ബൈ. ഇന്ന് ഈ ടിപ്സ് മാത്രം.